നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. നമ്മൾ ഒരുപാട് വീഡിയോസ് പ്ലസ് വൺകാർക്ക് വേണ്ടി കണ്ടു. മാക്സിമം വീഡിയോസ് കണ്ടുകൊണ്ട് പോവുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. എല്ലാം ഷോർട്ട് വീഡിയോസ് ആണ്. അന്നേരം ഇതൊരു 5 മിനിറ്റ് കൊണ്ട് 5 മാർക്ക് കിട്ടാവുന്ന രീതിയിലുള്ള വീഡിയോ ആണ്. ശ്രദ്ധിച്ച് കേൾക്കുക. അതിന് മുമ്പ് തന്നെ പറയാം, എല്ലാവർക്കും നാളെ എല്ലാവിധ ബെസ്റ്റ് വിഷസ്. നന്നായിരിക്കട്ടെ. നിങ്ങൾ പരീക്ഷ നന്നായിട്ട് എഴുതാൻ പറ്റട്ടെ. അതുപോലെ റിയൽ അറ്റംപ്റ്റ് ചെയ്യണം. ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ട് കൃത്യമായിട്ട് എഴുതണം. എല്ലാ ക്വസ്റ്റ്യൻസും അതിനെക്കുറിച്ച് എന്തെങ്കിലും എഴുതിയിരിക്കണം. ക്വസ്റ്റ്യൻ നമ്പർ മാത്രം ഇട്ടാൽ പോരാ, എല്ലാവരും എഴുതിയിരിക്കണം. എല്ലാം നല്ല ക്വസ്റ്റ്യൻ ആയിരിക്കട്ടെ എന്ന് ഉറപ്പായിട്ടും പ്രാർത്ഥിച്ചുകൊണ്ട് മാഷ് പോവാം. വേറൊന്നുമല്ല, മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. 3 മുതൽ 5 മാർക്ക് വരെ നമുക്ക് ചോയ്സ് ആയിട്ടും അല്ലാതെ നമുക്ക് കിട്ടുന്നൊരു ചാപ്റ്ററാണ്. ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്താണ് സ്ട്രെസ്സും സ്ട്രെയിനും പഠിക്കുക. അതിൻ്റെ യൂണിറ്റും ഡയമെൻഷനും എല്ലാം പഠിക്കുക. സ്ട്രെയിനിന് ഡയമെൻഷനും യൂണിറ്റും ഇല്ല, കാരണം അതൊരു റേഷ്യോ ആയതുകൊണ്ട്. സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് പഠിക്കുക. അതിൻ്റെ 4 പോയിന്റ്, അതായത് ലിമിറ്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി, ഈൽഡ് പോയിന്റ്, അൾട്ടിമേറ്റ് സ്ട്രെസ്, പിന്നെ ലാസ്റ്റ് ഫ്രാക്ചർ പോയിന്റ് അല്ലെങ്കിൽ ബ്രേക്കിംഗ് സ്ട്രെസ്. ആ 4 പോയിന്റ് പഠിച്ചുകൊണ്ട് പോവുക. പിന്നെ ഹുക്സ് ലോ എന്ന് പറയുന്ന ഏറ്റവും ഇതിനകത്ത് ഒരേ ഒരു ലോ ഉള്ളൂ, ഹുക്സ് ലോ. ആ ലോയുടെ പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ 3 മുതൽ 5 മാർക്ക് വരെ ചോയ്സ് ഉൾപ്പെടെ നിങ്ങൾക്ക് കിട്ടും വളരെ ഈസി ആയിട്ട്. മാക്സിമം നിങ്ങൾക്ക് 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല ഇത്, കാരണം ഡെറിവേഷൻസ് പോലും ഇല്ല. അന്നേരം സിമ്പിളായിട്ട് ഇത്തരം കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് പോവുക. നല്ല മാർക്ക് കിട്ടട്ടെ എല്ലാവർക്കും എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് ഉപകാരപ്പെടുന്ന വീഡിയോസ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. മാക്സിമം ഇന്ന് രാത്രി ഉറങ്ങാതൊക്കെ ഇരുന്നെല്ലാം കണ്ട് പഠിക്കാൻ നോക്കുക. നാളെ ക്വസ്റ്റ്യൻ ഇതെല്ലാം കാണും, ഉറപ്പാണ്. നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാഷ് നിർത്തുന്നു. നെവർ എവർ ഗിവ് അപ്പ്.